സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് വരട്ടെ. രേണുവിനെ കുറ്റം രേണുവിനെ കുറ്റം പറയുന്നവരും അല്ല എന്നെ കുറ്റം പറയുന്നില്ല, ഞങ്ങൾ അവിടെ അഭയാർത്ഥികളായിട്ട് താമസിക്കുന്നത് പറയുന്നവരൊക്കെ ഒരു കാര്യം ഓർക്കണം. ഇദ്ദേഹത്തിനാണ് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. അത് രേണു പറഞ്ഞതാണോ കുറ്റം? രേണു എന്നാ കുറ്റം പറഞ്ഞു? ഇതെല്ലാം പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ രേണു പറഞ്ഞില്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത്, സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് വരട്ടെ. ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? പറയണോ, താനൊക്കെ പറ. അതുകൊണ്ട് ഈ സംസാരിക്കുന്നത് ഒരു ഫോൺ കൈ കിട്ടിയോണ്ട് അതേ കയറി ഞങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഓർത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൂ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ട് ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു. ഞങ്ങൾക്കിത് സത്യസന്ധമായ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ? ഈ ഒരു പൈസ എങ്കിലും മുടക്കിന് മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടെ അയൽവക്കം എന്ന് പറഞ്ഞാൽ 5.5 ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷയമുള്ളൂ. ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഈ തിരുമേനി അല്ലെങ്കിൽ ആ ബിഷപ്പിൻ്റെ അടുത്ത് ഞങ്ങൾ പറയത്തുള്ളൂ. അദ്ദേഹം അതുപോലെ ഇതെല്ലാം നടന്നു വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എപ്പോഴും കയറി ഇറക്കൊന്നുമില്ല. ഞാനതിൽ വിഷയം തിരുമേനി അതുപോലെ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയും. ഇത്രയും വാചകം അടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ കേട്ട് രേണുവിനെ കുറ്റം പറയുന്നവരും അല്ല എന്നെ കുറ്റം പറയുന്നില്ല, ഞങ്ങൾ അവിടെ അഭയാർത്ഥികളായിട്ട് താമസിക്കുന്നത് പറയുന്നവരൊക്കെ ഒരു കാര്യം ഓർക്കണം. ഈ വീട് പണിതിട്ട് 1 വർഷം കഴിഞ്ഞ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് ഈ മനുഷ്യൻ തരുന്നില്ലെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇവിടെ അന്തസ്സായിട്ട് 24 ഇവിടെ പണിത് തരുമായിരുന്നു. ഞങ്ങൾക്ക് ഇത്ര വലിയ വീടൊന്നുമില്ല. അവർ അന്തസ്സായിട്ട് 2 വീടും 2 മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും. ഇദ്ദേഹത്തിനാണ് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ല പറയുന്നത്, ഇയാൾ പറഞ്ഞത് കള്ളം. രേണു നനഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിയാവോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഭീമിൻ്റെ അടി എൻ്റെ സിറ്റൗട്ടിൻ്റെ അടി ലീക്കുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേറെ എങ്ങും ലീക്കുണ്ടെന്ന് പറഞ്ഞു ഇല്ലല്ലോ. അവിടെയുണ്ട് ഈ 2 മുറിയുടെ ഓടിട്ടത് തെറ്റാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട് കയറി ഇറങ്ങിയാണ് കിടക്കുന്നത്. അതിൻ്റെ കാര്യം മേളിലൊരു വീതി താഴെ ഒരു വീതി. ഓട് നിരത്തിയിട്ട് വന്നപ്പോഴത്തേക്കും കയറ്റം ഇറക്കമായി. അപ്പം ഇത് കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് പൊങ്ങി നിൽക്കുന്ന ഓടിൻ്റെ ഇട വഴിയെ വെള്ളം ഇറങ്ങുന്നു. അതൊന്ന്. രണ്ടാമത് ഈ ഗ്രില്ലിൻ്റെ ഭാഗത്ത് അത് കാറ്റടിക്കുമ്പോൾ നല്ല ശക്തമായ കാറ്റടിക്കുമ്പോൾ ഇതിനകം നനയും. അത് ശരിയാണ്. അത് രേണു പറഞ്ഞതാണോ കുറ്റം? രേണു എന്നാ കുറ്റം പറഞ്ഞു? ഇതെല്ലാം പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ രേണു പറഞ്ഞില്ലല്ലോ. ഈ കെട്ടിടത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു കാര്യം ഞാൻ രേണു പറഞ്ഞില്ല. ഈ നനയെന്നല്ലേ പറഞ്ഞു. അത് അവളുടെ കള്ളത്തരം പൊളിച്ചടുക്കി. താൻ എന്നെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ ഒന്നുമില്ല, ഒരു കള്ളത്തരം പൊളിച്ചില്ല. ഞങ്ങൾ സത്യസന്ധയുടെ കാര്യം പറഞ്ഞു. ഈ വീടിൻ്റെ ഇവിടെ വന്ന് നിങ്ങൾ ആരെങ്കിലും വന്ന് കാണും. ഞങ്ങൾ ഇത് ഈ ചാനൽ വഴി ഇട്ടേക്കാം. അത് സത്യമാണോ എന്ന് വന്ന് മാത്രം നിങ്ങൾ നോക്കുക. അതോ ഇനി ഞങ്ങൾ മാന്തിപ്പറിച്ചാന്ന് പറയാം. അതും വന്ന് കണ്ടോണം. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പം അവരെ വിളിച്ച് അറിയിച്ചായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫോൺ ഞാൻ കൊടുക്കാം. ഇപ്പൊ ഡിലീറ്റ് ചെയ്തോ ഏതോ എനിക്കത് എൻ്റെ കയ്യിലില്ല. ഞാൻ എൻ്റെ ഫോൺ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇവരോട് ഞാൻ എന്ത് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇവരുമായിട്ട്. ഇദ്ദേഹം പറഞ്ഞതും പറയണം. ഈ സാജുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ മുഖാന്തരം എന്നോട് പറഞ്ഞത് പിന്നെ അപ്പം തന്നെ വിളിക്കുന്നു. അപ്പം അങ്ങനെ ഒന്നും പറയരുത്, യൂട്യൂബുകാരൊക്കെ ഒന്നും പറയരുത്, അങ്ങനെ പറഞ്ഞതുകൊണ്ടോ അവൻ ബുൾഡോസർ കൊണ്ടുവന്ന് ഇവിടെ ഇടിച്ച് നിരത്തുവന്ന് പഴയതുപോലെ ആക്കുമെന്ന് പറഞ്ഞത്. ഒരു മാന്യനായിട്ടുള്ള വ്യക്തിക്ക് അങ്ങ് പറയാൻ കൊള്ളാമെന്നാണോ? ഒരു മരിച്ചു പോയ ഒരുത്തൻ്റെ അവൻ്റെ അഗതികൾ പോലെ 2 കുഞ്ഞുങ്ങളുടെ പേർക്ക് ഒരു ദാനം കിട്ടിയത് അവിടെ ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ച് നിങ്ങൾ തരണമല്ല ഇവിടെ ചാനലുകാർ വരുന്ന അവരെടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടല്ല നിങ്ങൾക്കത് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ ഞാൻ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയുന്നു. ഇല്ലെന്ന് പറയാൻ സമ്മതിക്കില്ല. അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. ഈ 3ാമത്തെ വ്യക്തികളോട് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചാൽ പറഞ്ഞത്. എൻ്റെ ഫോൺ ഞാൻ എവിടെ വേണമെങ്കിലും തരാം. ഈ 1 വർഷമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അറിയാം. പപ്പ ഇപ്പം ഇത്രയും പ്രശ്നങ്ങളും മാനസികമായിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ചേച്ചി ഒട്ടേറെ എന്തോരം ഇന്റർവ്യൂസ് ചേച്ചി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് ആ സമയങ്ങളിലൊന്നും ഇതിലൊന്നും പറഞ്ഞില്ല, പ്രതികരിച്ചില്ല? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈലന്റ് ആവേണ്ട സ്ഥാനത്ത് സൈലന്റ് ആകണം. അത് തന്നെയല്ല എനിക്ക് ഇതിന്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ ചോരുന്ന വെള്ളം വീഴുന്നു എന്ന് അറിയത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പപ്പായെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇതെന്നാ ഞാൻ തുറന്ന് പറയാം, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇനി എന്നെ നാളെ തൊട്ട് സോഷ്യൽ മീഡിയ വരെ തെറി വിളിച്ചാലും
ഞാൻ അത് കാണുന്നില്ല. ഞാൻ വിളിക്കുന്ന എന്നെ അവര് പോയി പോരെ. അവര് ഒന്നും കാണത്തില്ല. അവര് പിന്നെ പറഞ്ഞിട്ട് അവര് പിന്നെ തന്നെ മാറിക്കോളും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു 350 പേർക്ക് കാപ്പി കൊടുക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കണ്ട, ഗ്രസ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ ഇത് മിമിക്രിക്കാര് മാ സംഘടന നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നോക്കിക്കോണം, ഈ സംഘടനയെ തന്നെ ഉള്ളവർ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവരുന്നെന്ന് ഫിറോസുമായിട്ട് സംസാരിക്കുന്നു. അതുകൊണ്ടല്ലേ ഫിറോസ് അങ്ങനെ പറഞ്ഞത്. ഞാൻ അന്നും തിരുമേനിയോട് വന്നു, ഈ ബിഷപ്പിനോട് പറഞ്ഞു, തിരുമേനി ഇന്ന പോലെയാ. അപ്പം ഫ്ലവേഴ്സുകാർ ഞങ്ങളോട് പറഞ്ഞത്, ഫ്ലവേഴ്സുകാരെന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞു. അല്ല ഫ്ലവേഴ്സുകാരെന്ന് പറയുമ്പോൾ ശ്രീകണ്ഠനാരി സാറോ അതുപോലെ വലിയ ആൾക്കാരോ അവരൊന്നും വേണ്ടിയിട്ടില്ല. എന്നോട് വിളിച്ച് പറഞ്ഞ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, എന്തെങ്കിലും അന്ന് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമോ വല്ലതും ചെയ്യണം. നിങ്ങൾ കിട്ടുമെന്നല്ല, നിങ്ങൾ ഒരിക്കലും വലിയ ആഡംബരമായിട്ട് ചെയ്യണ്ട. രാവിലെയല്ലേ 9:10 നിങ്ങൾ ഒരു നാരങ്ങ വെള്ളമോ അല്ലെ അതുപോലെ ഒരു ഗ്ലാസ് ചായയോ ഒരു ലഡുവോ ഇതൊക്കെ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക്, കാരണം അവരെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കല്ലേ. അവരത് ഈ സുതി മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയുള്ള കാര്യങ്ങൾ അവർ ഞങ്ങൾക്ക് പൈസ തരികയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന, വേറെ വരുമാനമൊന്നുമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതൊരു കടമൊന്നും വലിച്ച് വെക്കരുത്, വെള്ളമോ വല്ലതും കൊടുക്കാവുള്ളൂ. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ, ഞങ്ങളെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. അന്നേരമാണ് ഫിറോസ ഇങ്ങനെ വിളിച്ച് പറയുന്നത്, പിന്നെ 350 പേരുടെ ഭക്ഷണമെങ്കിലും ഒരുക്കണമെന്ന്. ഒരു 350 പേരുടെ ഭക്ഷണം ഉണ്ടാക്കണ രൂപ എത്രയാകും? ഞാൻ വിഷമിച്ചപ്പോഴത്തേക്കും നിങ്ങൾ വിഷമിക്കണ്ട, അതിനുള്ള പൈസ മിമിക് ആർട്ടിസ്റ്റ് മാ സംഘടന കൊണ്ട് തരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സാധുജീൻ എന്ന് പറഞ്ഞാൽ അതും പുള്ളി ഈ സംഘടനയിലുള്ള ആളാണ്, ഒരു ആർട്ടിസ്റ്റാണ്. പുള്ളി എന്നോട് പറഞ്ഞു, അപ്പം നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ കേട്ടോ, 1 ലക്ഷം രൂപ അവർ കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളത് ഒരു 350 പേര് കാണുമെങ്കിൽ നിങ്ങൾ വെച്ചാൽ 350 അല്ല 400 പേരിൽ 400 അല്ല അതിലും കൂടുതൽ ഒരുപാട് ആളുണ്ടായിരുന്നു നമ്മൾ വിളിച്ചത്. എന്നാൽ ഞങ്ങളൊട്ട് ആൾക്കാരെ അങ്ങനെ അധികം വിളിച്ചുമില്ല. കാരണം എന്താ, നമ്മൾ ദൂരെയുള്ള ബന്ധുക്കാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിയന്ത്രിക്കാൻ ഇതിനുള്ള അന്നേരത്തെ ആ ഒരു മാനസികാവസ്ഥയല്ല, പൈസയും കുറവാണ്. അതുകൊണ്ട് ആ 1 ലക്ഷം രൂപ അതുപോലെ തന്നെ ചെലവാക്കി. അപ്പം നോക്കിക്കോ, ഞങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ട് ഇങ്ങനെ ഇത് അത് പറയാതിരിക്കും. ഇതൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു, ഇതൊന്നും ഞാൻ പറയുകയല്ല, പറയുന്ന വ്യക്തിയല്ലായിരുന്നു. പക്ഷെ ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനിയെങ്കിലും സത്യം എന്താണെന്ന് ലോകരെ അറിയണം. അതുപോലെ വീടിൻ്റെ അവസ്ഥ വന്ന് കാണട്ടെ എല്ലാവരും. ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോയത്. ഇന്നുകൊണ്ട്